ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഉരുളൻകിഴങ്ങ്, 2 ബീൻസ്, ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് തോല് ചെത്തിയിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അല്ലാതെ ഇടാം കേട്ടോ, എളുപ്പത്തിൽ വെന്ത് കിട്ടുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കോൺഫ്ലവർ ഒരു ഇത്രയും എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾ വെന്തിട്ടുണ്ടായിരിക്കും. അതൊന്ന് ഉടച്ചെടുക്കാം, ഇല്ലെങ്കിൽ അതൊന്ന് കുത്തിയരിയാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു പിടി അതായത് ഒരു സവാള കുത്തി അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ചിക്കൻ ഇട്ട് കൊടുത്തു, ആ വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ ഒരു പാത്രം റസ്ക് പൊടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാനൊരു വട്ടത്തിലാണ് ഉണ്ടാക്കിയെടുത്തത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടിച്ചൊഴിച്ച മുട്ടയിൽ അതൊന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും കുറച്ച് റസ്ക് പൊടിയിലൊന്ന് ഡ്രസ്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നല്ലതുപോലെ എല്ലായിടത്തും പിടിക്കണം. എന്നിട്ട് നമുക്ക് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം തീ നന്നായി കുറച്ചിട്ട് വേണം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് റസ്ക് പൊടി ആയതുകൊണ്ട് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ നമ്മളത് ഉടയാതെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ ഇതാണ് നമ്മുടെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഈസി റെസിപ്പി. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന പിള്ളേർക്കും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള ഏറ്റവും ചെറിയ 3 വെജിറ്റബിൾ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.